ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസ് സുവിശേഷം 18 അധ്യായം 38 വായിക്കുന്നു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ലോകത്തെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നായ എരിഹോ നഗരത്തിൽ യേശു ഒരു കുരുടനെ സൗഖ്യമാക്കുന്ന വേദഭാഗമാണിത്. നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ അവിടെ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന കുരുടൻ, യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. യേശുവിനെ പിൻപറ്റുന്നവർ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചു. എങ്കിലും ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിക്കുന്നതായി നാം കാണുന്നു. കരുണയ്ക്കായുള്ള നിലവിളിയും രോഗശാന്തിക്കായുള്ള അപേക്ഷയുമാണ് നാം ഇവിടെ കാണുന്നത്. യേശുവിനെ ദാവീദിന്റെ പുത്രനെന്ന് അഭിസംബോധന ചെയ്യുന്നതിലൂടെ യേശുവിന്റെ രാജകീയ വംശ പരമ്പരയെയും ഇസ്രയേലിന്റെ വാഗ്ദത്ത വിമോചകൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ പങ്കിനെയും അവൻ അംഗീകരിക്കുന്നു. കുരുടനായിരുന്നിട്ട് കൂടി കരുണയുടെ ഉറവിടമായി, രോഗശാന്തിയുടെയും പുനഃസ്ഥാപനത്തിന്റെയും ഉറവിടമായി അവൻ യേശുവിനെ മനസ്സിലാക്കുന്നു. പുറമേ കാഴ്ചശക്തി ഇല്ലെങ്കിലും അന്ധനായ മനുഷ്യന്റെ ആത്മീയ കാഴ്ചപ്പാട് പ്രശംസിക്കേണ്ടതാകുന്നു. യേശു ഒരിക്കലും അതിനുശേഷം ആ പ്രദേശത്തുകൂടി കടന്നു പോകാൻ സാധ്യതയില്ല. കാരണം കുറച്ചു ദിനങ്ങൾക്കുള്ളിൽ യെരുശലേമിൽ താൻ ക്രൂശിക്കപ്പെടും. യേശുവിനോടുള്ള ബന്ധപ്പെടുവാൻ തനിക്ക് ലഭിച്ച അവസരം ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യൻ ഉപയോഗിച്ചു. ജനക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു നസറത്തുകാരൻ എന്നതിലുപരിയായി മറ്റൊരു കാഴ്ചപ്പാടില്ലെങ്കിലും അന്ധനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശു പഴയ നിയമ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ട വീണ്ടെടുപ്പുകാരനാണ്. ക്രിസ്തുവിനെ സമീപിക്കുന്ന കാര്യത്തിൽ ഈ അന്ധനെ പോലെ അടിയുറച്ച വിശ്വാസവും സ്ഥിരോത്സാഹവും കാണിക്കുന്ന വ്യക്തിക്ക് രോഗശാന്തിയും സമാധാനവും കൃപയും രക്ഷയും എല്ലാം യേശുവിൽ നിന്ന് ലഭിക്കും. കണ്ണുണ്ടായിട്ടും യേശുവിനെ കാണുവാനോ തിരിച്ചറിയുവാനോ അനേകർക്ക് കഴിയുന്നില്ല എന്ന കാര്യം നാം വിസ്മരിക്കരുത്. വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു എല്ലാറ്റിലും മതിയായവനാണ്. രക്ഷകനായ യേശുവിനെ അറിയുവാനും രക്ഷകനായി സ്വീകരിക്കുവാനും അനേകർക്ക് ഇടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് us all.